ഡോക്ടർ ആരിഫ് ഹുസൈൻ, റെജിം ചേഞ്ചാണ് ഒരു പരിഹാര മാർഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ നേരത്തെ ശ്രീ നിർമ്മൽ പറഞ്ഞതുപോലെ അത് എളുപ്പവുമല്ല. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഇവിടെ നമ്മളിത് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മിസ്സാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ഇതിനോട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഇറാഖിനെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് അഫ്ഗാനിസ്ഥാനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാവാതെ പോയ ഒരു സംഗതി ഇറാനിലുണ്ട്. ആ സംഗതിയെയാണ് നമ്മളിവിടെ കാണാതെ പോകുന്നതെന്ന് വേണം പറയാൻ. കാരണം അതുകൂടി ചേരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തിൽ അവിടങ്ങളിൽ കണ്ടിരുന്ന ആ പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത, അതല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഔട്ട്കം കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറാനും ഹോപ്പ്ഫുൾ ആകാനും ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ റസ പഹൽവിയുടെ കാര്യം നമ്മൾ പറയുന്നു. അതുകൂടാതെ ഇന്നിപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു എവിൻ പ്രിസൺ, ആ പ്രിസൺ അവിടെ ആക്രമിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. കാരണം ഖൊമനി എന്ന് പറയുന്ന ആളും അതുപോലെ അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വളരെ തീവ്രമായ നിലപാടുകളും കൊണ്ടു നടന്നിരുന്ന ഒരു ഭരണക്രമവും അതിൻ്റെ അവരുടെ ആ ഒരു മൊറയിലും കൂടിയാണ് അവിടെ നശിപ്പിക്കുന്നത്. അവരുടെ ഈഗോ തന്നെയാണ് അവിടെ ഹേർട്ട് ചെയ്ത് വിടുന്നതും കൂടി. അത് വെറുതെ ഒരു അറ്റാക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. കാരണം ഈ എവിൻ പ്രിസൺ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അതുപോലെ ഇപ്പൊ ഈ കണ്ട മഹ്സാമിനിയുടെ ആ വിഷയമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിൽ പിടിക്കപ്പെട്ടുള്ള ആളുകൾ, ഇവരുടെ ഈ ടോർച്ചർ, കില്ലിങ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഹിറ്റ്ലർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഹിറ്റ്ലറുടെ ഇപ്പോൾ ഓഷ്വിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അത്രയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇറാനിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ആക്രമണം നടത്തി അത് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതൊരു വലിയ സന്ദേശമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന, അതായത് ഇറാനിയൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം കൂടിയായിട്ടാണ് ഇത് മാറുന്നത്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെയുള്ള നാദനില്ല കളരിയായി മാറാനുള്ള സാധ്യത അത് ഇറാനിലില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇനി ആരില്ലെങ്കിൽ പോലും, ഇനിയിപ്പോൾ റസ പഹൽവി വന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങൾ ഇത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളവരും അതിന് തയ്യാറായ ആളുകളുമാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസ പഹൽവി കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാനും നമ്മളുടെ ചില ഈ ഇറാനിയൻ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് അത് അത്ര വലിയ കോൺഫിഡൻ്റ് ഉള്ള കാര്യം ആണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ആൾ കൊടുക്കുന്ന ഒരു ഉത്തേജനമുണ്ട്, അത് വലിയ തോതിൽ അവർക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സിനെ മേൽനോട്ടം വഹിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ വരാൻ ആൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ലാതെ അവരുടെ ഭരണകർത്താവായിട്ട് മാറും എന്നുള്ള രീതിയിലല്ല അവരതിനെ കാണുന്നത്. എന്ത് തന്നെയായാലും ശുഭ സൂചകമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ഇറാനിന്റെ ഭാഗം ചേർന്നുകൊണ്ട് ഇതൊരു വലിയ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് മിക്കതും US ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇൻക്ലൂഡിങ് ഖത്തർ പോലെ അങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട് ഇത് ഒരു വേൾഡ് വാർ ആകും, ഇപ്പൊ തന്നെ എല്ലാം തീരും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം കൊടുത്തുകൊണ്ട് ആളുകൾ ഭീതി കുത്തി നിറയ്ക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അസ്ഥാനത്തായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.